ഹലോ, എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടും തന്നെ ഉണ്ടല്ലോ, ഒരുപാടും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ ഹസ്ബൻഡിന്റെ വീട്ടുകാര്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാര്, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവര്, നമ്മുടെ ബോസ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, ഇവരെല്ലാവരെയും നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള, അതായത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ആൾക്കാർ, അത് 100% നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, അവരെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ട് സ്വപ്നങ്ങളില്ലാത്ത, ജീവിതത്തിൽ വിജയിക്കാത്ത, എങ്ങും എത്താത്ത, ഒന്നും ശ്രമിക്കാത്ത അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത്. അവരുടെ ജീവിതം തന്നെ വലിയൊരു പരാജയമാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ നെഗറ്റീവ് ചിന്താഗതികളുമായിട്ട് നടക്കുന്നത്. അവർ എല്ലാ കാര്യത്തിലും നെഗറ്റിവിറ്റി കണ്ടെത്താനായിട്ട് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാര് അവരുടെ കാര്യങ്ങൾ, അവരുടെ ഉള്ളിലുള്ള ആ നെഗറ്റിവിറ്റി മറ്റുള്ളവർ അറിയുമോ എന്നുള്ള ഒരു ഭയം അവർക്ക് എപ്പോഴും അവർക്കുണ്ടാവും. ഇങ്ങനെയുള്ളവർക്ക് എപ്പോഴാ ഒരു സുഖം കിട്ടുന്നതെന്നറിയോ? മറ്റുള്ളവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് അവർക്ക് ആകപ്പാട് ഒരു സുഖം കിട്ടുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നേരിടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 5 ടിപ്പാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്കൊരിക്കലും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ അവരെ മാറ്റി നിർത്താനോ നമുക്ക് കഴിയില്ല, അല്ലെ? അപ്പം അതിൽ നിന്ന് മറികടക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള 5 ടിപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക്, ഗോൾഡൻ ടിപ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞിരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അകലം പാലിക്കുക. അകലം പാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മാക്സിമം ഒഴിച്ചു നിർത്തുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ അകലം പാലിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻലോസ്, ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുമ്പം തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെയാ അവരിൽ നിന്ന് അകലം പാലിക്കാൻ പറ്റുന്നത്? അതായത് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ സങ്കടങ്ങള്, നമ്മുടെ വിഷമങ്ങള്, ഇതൊന്നും നമ്മൾ പെട്ടെന്ന് തന്നെ അവരോട് ഷെയർ ചെയ്യാതിരിക്കുക. മനസ്സിലായോ? കാരണം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും നമ്മുടെ ദുഃഖങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഫീലിങ്സും പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യുന്നതിന് പകരം മിതമായ രീതിയിൽ മാത്രം സംസാരിക്കുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്ത് പറഞ്ഞാലാണ് അവർക്ക് നെഗറ്റീവായിട്ട് പ്രതികരിക്കാനായിട്ട് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും അവരിൽ നിന്നും അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് മെസ്സേജ് കൺവേ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ അവർ നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ വെക്കാതിരിക്കുക. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മറ്റുള്ളവരെ ഇമോഷണലി അവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള കഴിവ് അവർക്കില്ല. നിങ്ങളതിനെ കേട്ടിട്ടില്ല ഒരുപാട് പേര് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് ഒരു സപ്പോർട്ടും ഇല്ല, എൻ്റെ ഹസ്ബൻഡ് എന്നെ കെയർ ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വൈഫ് എന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ അമ്മായിയമ്മ ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ ബ്രദേഴ്സ്, എൻ്റെ സിസ്റ്റേഴ്സ് ഇവർക്കൊന്നും എന്നെ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ ഇമോഷൻസ്, മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാവത്തില്ല. ഇത് ഒരു സ്വഭാവ വൈകല്യവും ആവാം കേട്ടോ, അങ്ങനെയുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് അകലം പാലിക്കുക എന്നുള്ളതാണ്. എല്ലാം ഇങ്ങനെ ഇവരോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാതിരിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യവും ഭയങ്കര വിശദമായിട്ട് നിങ്ങൾ പറയാൻ വേണ്ടി നിൽക്കണ്ട. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ചുരുങ്ങിയ രീതിയിൽ നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ മൈൻഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണം, ഏതൊക്കെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ആൾക്കാർ കളിയാക്കുന്നത്, അതിനെ ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. രണ്ടാമത്തെ കാര്യം, അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല, അല്ലെ? നമ്മൾ ശരിക്കും അവരെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ പോലും നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടേ കിട്ടുള്ളൂ. നമ്മൾ പോസിറ്റീവായിട്ട് പറഞ്ഞു കൊടുത്താൽ പോലും അത് പിന്നീട് നമ്മുടെ തലയിലേക്ക് വരെ നെഗറ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പം അതിലും ഭേദം നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഇനി എത്രയൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റുപാടും ഉണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് പോസിറ്റീവായിട്ട് ഇരുന്നേ പറ്റുള്ളൂ, എനിക്ക് ഹാപ്പി ആയിട്ട് ഇരുന്നേ പറ്റുള്ളൂ എന്നുള്ള ഉറച്ചൊരു തീരുമാനം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ ബാറ്ററി നിങ്ങൾ തന്നെ ചാർജ് ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾ കുറേയൊക്കെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ ചാർജ് എല്ലാം തീരും. നിങ്ങൾക്ക് മൈൻഡ് തന്നെ ഭയങ്കര ഡ്രൈ ആയി പോകും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ശരിക്കും അതിനെ ഒന്ന് കോപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മൈൻഡിന്റെ ചാർജ് നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. അതൊന്ന് എന്താ പറയാ, ഒന്ന് മൈൻഡിന്റെ ഒരു പവർ, ബാറ്ററി നിങ്ങൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കുക. അതായത് എന്തെങ്കിലും ഇന്നൊരു ദിവസം എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങളത് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആയി എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ ഉറങ്ങാനായിട്ട് കിടക്കാനുള്ളത്. മനസ്സിലായോ? നിങ്ങൾ ശരിക്കും നിങ്ങളുടെ മനസ്സിന് കൊടുക്കേണ്ടുന്ന ഉന്മേഷം നിങ്ങളുടെ മനസ്സിന് കൊടുക്കുക തന്നെ വേണം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മൗനം പാലിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ ഹർട്ട് ചെയ്യാൻ വരുന്നവര്, നിങ്ങളോട് ഒരുപാട് വിഷമങ്ങൾ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വരുന്നവര്, 100% നെഗറ്റിവിറ്റി കൊണ്ടു നടക്കുന്ന ആൾക്കാര്, അവരുടെ മുന്നിലേക്ക് നമ്മൾ മൗനം പാലിക്കുക എന്നുള്ളതാണ് അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്. നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകം മനസ്സിലാക്കുക, നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും അവർ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ കാണാൻ വേണ്ടി മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്നും കൂടി അതെല്ലാം ഇങ്ങനെ ഷെയർ ചെയ്ത് അതെല്ലാം ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് നടക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മനസ്സുകൊണ്ട് അവര് സന്തോഷിക്കുകയായിരിക്കും. നമ്മൾ എന്തിനാ അതിന് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ എനർജി അല്ലേ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനുള്ളത്. നമ്മളപ്പോൾ മാക്സിമം നമ്മൾ അവിടെ മൗനം പാലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പൊ കുറെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ സംസാരിക്കുമ്പോൾ അവര് ഓട്ടോമാറ്റിക്കലി അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ അവരെപ്പോഴും അവർ അട്രാക്ട് ചെയ്യുന്ന നെഗറ്റീവ് ന്യൂസ് ആയിരിക്കും. അവർക്ക് ഇഷ്ടം നെഗറ്റീവ് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ നമ്മൾ പോസിറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അവര് അപ്പാടെ തന്നെ അവരായിട്ട് തന്നെ ഒഴിഞ്ഞു പൊയ്ക്കോളും. മനസ്സിലായോ? അപ്പം ഇതൊക്കെയാണ് ഈ ടിപ്സ് എന്ന് പറയുന്നത്. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നേരിടാനുള്ള നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.